ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് റെസിപ്പിയൊന്നും അല്ല കേട്ടോ. കുറേ പേർക്കുള്ള കൺഫ്യൂഷനാണ് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ എത്ര ഗ്രാംസ് ആണ്. അതുപോലെ ഓരോന്നിനും ഓരോ രീതിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ഗ്രാമിലല്ല നമുക്ക് ഷുഗർ നോക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയാണ്. അപ്പോൾ അതൊക്കെ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു കപ്പ് എന്ന് പറയുന്നത് എത്ര ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതുപോലുള്ളൊരു വെയിങ് സ്കെയിലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുന്നൊരു മെഷറിങ് സ്കെയിലാണ്. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് കുറച്ചായി, 4 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിന് 300 സംതിങ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് മെഷറിങ് ചെയ്യുന്നത്, അതുപോലെ വലിയ കേക്കൊക്കെ എങ്ങനെയാണ് വെയിറ്റ് നോക്കുന്നത്, അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ മെഷർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു കപ്പ് മൈദ നമ്മൾ മെഷറിങ് ചെയ്യുമ്പോൾ ഏത് പാത്രമാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു പാത്രം തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു പാത്രം തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം ഒന്ന് ലെസ് ചെയ്യണം. ലെസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് ബട്ടൺ ഓൺ ചെയ്ത ശേഷം ഓൺ ചെയ്ത ശേഷം നമ്മൾ ഏത് പാത്രമാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു അറ്റത്തുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഈ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് ലെസ്സായിട്ട് 0 ആയിട്ട് കിട്ടും നമുക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ 0 ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതിലോട്ട് ഇപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ എടുത്തിട്ടുള്ളതാണ്, വടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു കപ്പ് മൈദ. അപ്പോൾ ഇതിപ്പോൾ എത്ര ഗ്രാംസ് ആണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, 125 ഗ്രാമാണ് നമുക്ക് ഒരു കപ്പ് കിട്ടിയിട്ടുള്ളത്. വടിച്ചിട്ടാണ് ഞാൻ എടുത്തത്. നമ്മളത് വടിക്കാതെ എടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും വടിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഇത് കാണുന്നുണ്ടല്ലോ, 125 ഗ്രാംസാണ് ഒരു കപ്പ് മൈദ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പഞ്ചസാര നോക്കുന്നുണ്ടെങ്കിൽ സെയിം ആയിരിക്കില്ല, പഞ്ചസാരയുടെ ഗ്രാംസ് വ്യത്യാസം വരും. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പാത്രം ഒന്ന് ലെസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ വടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ 203 ഗ്രാംസ് എന്നാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ അത് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. കറക്റ്റ് എന്ന് പറയുന്നത് 200 ഗ്രാമാണ്. ഒരു കപ്പ് ഷുഗർ 200 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ കപ്പിൽ ഫുള്ളായിട്ട് എടുത്തിട്ട് ഒന്ന് വടിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി ഒന്ന് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായി 1 ടീസ്പൂൺ അത്രയും നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് കൂടി വന്നിട്ടുള്ളൂ. ഇപ്പോൾ കപ്പിൽ ഫുള്ളായിട്ട് എടുത്തിട്ട് ഒന്ന് വടിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഷുഗർ പൗഡറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതായിരിക്കില്ല, അതിൽ ഗ്രാം മാറ്റം വരും ഒരു കപ്പ് ഷുഗർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ നോക്കിയ മൈദ ഫ്ലോറൊക്കെ ഏകദേശം ആ ഒരു മെഷർമെൻറ്റിൽ തന്നെയായിരിക്കും. ഒരു കപ്പ് എന്ന് പറയുന്നത് 125 ഗ്രാം. അപ്പോൾ നമ്മളിനി റൈസ് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസ് ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. 200 ഗ്രാമാണ് ഒരു കപ്പ് എന്ന് പറയുന്നത്. 1/4 കപ്പ് 250 ഗ്രാം. അപ്പോൾ 1/2 കിലോ റൈസ് 2.5 കപ്പ്, 1 കിലോ റൈസ് 5 കപ്പ്, ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ റൈസ് ഒരു കപ്പ് എന്ന് പറയുന്നത് 200 ഗ്രാം. ഓക്കെ. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ തുവർദാൾ അല്ലെങ്കിൽ പയർ ആ ഒരു ഇതൊക്കെ മെഷർ ചെയ്യുന്നെങ്കിൽ സെയിം ആയിരിക്കില്ല. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 200 ഗ്രാം ആയിരിക്കില്ല. അപ്പോൾ അതിലൊക്കെ മാറ്റം വരും. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു കപ്പ് പഞ്ചസാര 200 ഗ്രാം ആണെന്ന് വെച്ച് മൈദ 200 ഗ്രാം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ മുമ്പാരോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കപ്പ് പഞ്ചസാര 200 ഗ്രാം ആണെന്ന് ഞാൻ എന്തോ പറഞ്ഞപ്പോൾ അവർ ഷോപ്പിൽ നിന്ന് സെയിം 200 ഗ്രാം തന്നെ മൈദയും വാങ്ങിച്ച് വന്നു. ഓൾറെഡി മൈദ വീട്ടിലുണ്ടായിട്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് അവരെ കയ്യിൽ മെഷറിങ് കപ്പില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ 200 ഗ്രാം ഷുഗർ 200 ഗ്രാം മൈദ ആ ഒരു രീതിയിൽ വാങ്ങിച്ച് കേക്ക് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, ഓരോന്നിൻ്റെ മെഷറിങ്ങിലും ഇതിലും ഇൻഗ്രീഡിയൻസിലും മാറ്റം വരും. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ നെയ്യൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 200 ml ഒരു പാക്കറ്റാണ്. ഗ്രാം വൈസ് നോക്കുമ്പോൾ 180 ഗ്രാം 200 ml ആണ്. ഓക്കെ. അപ്പോൾ 200 ml എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ മെഷറിങ് ചെയ്യുമ്പോൾ കറക്റ്റ് 1 കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു കപ്പ് എത്ര ടേബിൾ സ്പൂണാണെന്ന് വെച്ചാൽ 16 ടേബിൾ സ്പൂണാണ് ഒരു കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ടേബിൾ സ്പൂണിൽ 16 ടേബിൾ സ്പൂണ് ഒരു കപ്പാണ്.
അതുപോലെ അരക്കപ്പ് 8 ടേബിൾ സ്പൂൺ, 8 ടേബിൾ സ്പൂൺ അരക്കപ്പാണ്. പിന്നെ 1/4 കപ്പ് 4 ടേബിൾ സ്പൂൺ. ഇതുപോലുള്ള മെഷറിങ് സ്പൂണിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂണാണ് 1/4 കപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 3 ടീസ്പൂണാണ്. 3 ടീസ്പൂൺ കൂടുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് മുമ്പ് ഡൗട്ടും കമൻസൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമുക്ക് മെഷറിംഗ് കപ്പിൻ്റെ കൂടെ കാണാൻ പറ്റുന്ന ഒരു കപ്പാണ് 3/1 അല്ലെങ്കിൽ 3/2 എന്ന് എഴുതിയിട്ടുള്ള ഒരു കപ്പ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് 3/2 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3/1 എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിപ്പോൾ 1 കപ്പ്, 1 കപ്പിൻ്റെ ഇതിൽ നമ്മൾ 3 ഭാഗിക്കണം. അതിൽ 1 കപ്പ് മൈദ ഉണ്ടെങ്കിൽ അത് 3 ഭാഗിക്കുമ്പോൾ അതിൽ 1 3/1 എന്ന് പറയുന്നത്. അതുപോലെ 2 എടുക്കുമ്പോൾ 3/2 വരും. നമ്മൾ 3 ഭാഗിക്കുക, എന്നിട്ടത് 2 എടുക്കുക, അപ്പോൾ 3/2. അതുപോലെ 1 എടുക്കുമ്പോൾ 3/1. അപ്പോൾ 3/1 എന്ന് പറയുമ്പോൾ 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ അരക്കപ്പിനേക്കാളും കുറച്ച് കുറവായിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയുള്ള ഒരു വന്നിട്ടുള്ള കപ്പാണ് ഈ ഒരു കപ്പ്. പിന്നെ നമ്മൾ കേക്കിൻ്റെ വെയിറ്റൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഓർഡർ എടുക്കുന്നവർക്കൊക്കെ ഇതുപോലുള്ള വലിയ ബേസൊക്കെ ആണെങ്കിൽ നമുക്കിത് ഇപ്പോൾ ചെറിയൊരു വെയിറ്റിംഗ് സ്കെയിലല്ല. അപ്പോൾ ഇതിൽ സ്ക്രീൻ കവറാകും, നമുക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കത് സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയും വേണം, പക്ഷേ സ്ക്രീന് കവറാകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് ഒന്ന് ലെസ് ചെയ്യാനുള്ള ആ ഒരു ലാസ്റ്റത്തെ ബട്ടന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് വെയിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വെയിറ്റുള്ള കുറച്ച് പാത്രം തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ നല്ല വെയിറ്റുള്ള കേക്കൊക്കെ ആണെങ്കിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മൾ 3 ടയർ അത്ര വലിയ കേക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റൊക്കെ നോക്കണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം കേട്ടോ. നമ്മൾ ഓരോ ടയറും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നിച്ച് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെപ്പറേറ്റ് അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഒന്നിച്ച് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ വെയിറ്റ് എത്രയാണെന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മൾ സ്ക്വയർ കേക്ക്, വലിയ സ്ക്വയറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇതുപോലെ തന്നെയാണ്. എല്ലാം ഒന്നിച്ചല്ലല്ലോ, ഇങ്ങനെ ഓരോന്നായിട്ട് ഐസിങ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഓരോന്നായിട്ട് വെയിറ്റ് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.